പഴശ്ശിത്തമ്പുരാന്റെ ബലികുടീരം. നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതി മരിച്ച മറ്റൊരു രണധീരൻ. മാനന്തവാടിയിലെ ഈ സ്മൃതി കുടീരത്തിൽ ഒന്ന് കാതോർത്താൽ കേരളസിംഹം വീരകേരളവർമ്മ പഴശ്ശിരാജാവിന്റെ രണധീരതയുടെ കഥ കാറ്റുകൾ പോലും പാടി നടക്കുന്നത് കേൾക്കാം. പേർഷ്യൻ കുതിരപ്പടയാളിയുടെ മകനായ ഹൈദരാലിക്കോ അയാളുടെ പുത്രൻ ടിപ്പുവിനോ കടൽ കടന്നു വന്ന വെള്ളക്കമ്പനി പടയ്ക്കോ ഞാൻ എന്റെ കോട്ടയം നാടിനെ അടിയറ വയ്ക്കാൻ തയ്യാറല്ല. പെരുമാളും ഭഗവതിയും വാഴുന്ന ഈ നാടിനെ അറബി ദീനിനോ പരന്തരീസ് പള്ളിക്കോ തീരെഴുതാൻ നാം ഉയിരോടെ വാഴുമ്പോൾ ആർക്കും കഴിയില്ല. പക്ഷേ തമ്പുരാൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പുവുമായി ഒപ്പുവെച്ച ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ കമ്പനിക്ക് സ്വന്തമായെന്ന് അവർ വിളംബരം ചെയ്യുന്നു. അതിൻ പ്രകാരം അങ്ങയുടെ മാതുലൻ കുറുമ്പ്രനാട് വീരവർമ്മയ്ക്കാണത്രേ കോട്ടയത്തിന്റെ മേലവകാശം. ജനങ്ങൾ കമ്പനി ചുമത്തിയ കനത്ത ചുങ്കം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു തമ്പുരാൻ. വയനാടിന്റെ മക്കൾ ജനിച്ച മണ്ണിൽ ജീവിക്കാനും കൃഷി ചെയ്യാനും ഈ പരദേശി പരീക്ഷകൾക്ക് നികുതി കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പഴശ്ശിപ്പടയുടെ തലവനായി ഈ കൈതേരിയമ്പവും നമ്മുടെ കാവലാളായി തലക്കച്ചന്തവും പിന്നെ ഈ കാടിന്റെ മക്കളായ കുറിച്ചിനും കുറുമരുമെല്ലാം ഉരുളിമല പോലെ നമ്മോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ ആരെ ഭയക്കുവാൻ? ശ്രീ പോർക്കലി ഭഗവതിയാണേ കമ്പനിപ്പട ഈ മണ്ണിൽ നിന്നും തൂത്തെറിയും നമ്മൾ. എന്താക്കുക? എന്തുണ്ടായി? തിരുവായുസ്, കുറിച്യക്കുടികളിൽ വിളകൾ പിടിച്ചെടുക്കാൻ വന്ന കമ്പനി സിപാഹികളെ നാം വധിച്ചു തമ്പുരാൻ. കുറിച്യക്കുടികൾക്ക് തീയിട്ട കമ്പനി പടയെ കാലപുരിക്കയച്ച് 3000 വരുന്ന നമ്മുടെ സൈന്യം പുൽപ്പള്ളിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഗംഭീരമായിരിക്കുന്നു. വയനാടൻ മക്കളുടെ പൗരുഷവും പരാക്രമവും കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. കമ്പനിപ്പടയുടെ മുഖ്യ താവളമായ പനമരം കോട്ടയാവട്ടെ നമ്മുടെ അടുത്ത ലക്ഷ്യം. ഉത്തരവ്. ആലവലിച്ചിരുന്ന വൻ പീരങ്കികളും തോക്കുകളും വരെ കുറിച്യപ്പടയുടെ വിഷയമ്പുകൾക്ക് മുന്നിൽ നിശബ്ദമായി. ക്യാപ്റ്റൻ ബൗമൻ, മേജർ കാമറോൺ, ക്യാപ്റ്റൻ വില്യം വെല്ലസ്ലിയെ പഴശ്ശിയെ നേരിടാൻ മലബാറിലേക്ക് നിയോഗിച്ചു. പലവട്ടം പഴശ്ശിയാൽ തോൽപ്പിക്കപ്പെട്ട് പഴശ്ശിയെ നേരിടാൻ നിയോഗിച്ചു. ഈ നാട്ടിലെ ദൈവങ്ങൾ പെരുമാളും ഭഗവതിയും നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് പൊരുതേണ്ടത്. മണത്തണയിലെ നമ്മുടെ പരിപാവന ക്ഷേത്രങ്ങൾക്ക് നേരെ കമ്പനി കാട്ടിയ അപമാനത്തിന് പ്രതികാരം ചെയ്യാതെ നാം മടങ്ങിയിരിക്കുന്നത് എങ്ങനെ? ശ്രീ പോർക്കലി ഭഗവതിയാണ് പരദേശി പരീക്ഷകളെ കെട്ടിക്കോളം നാം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ്? എന്തുണ്ടായി? പറയൂ. തലക്കൽ ചന്തു. തലക്കൽ ചന്തുവിന് എന്ത് സംഭവിച്ചു? ചന്തുവിനെ അവർ ചതവിൽ പിടിച്ചു. എന്നിട്ട് പരസ്യമായി കഴിവേറ്റി തമ്പുരാൻ. എന്റെ ശ്രീ പോർക്കലി ഭഗവതി, കണ്ണവത്ത് നമ്പിയാരെയും മകനെയും ചതവിൽ പിടിച്ചപ്പോ നാം കരുതേണ്ടതായിരുന്നു. തമ്പുരാൻ, നാം ജാഗ്രത പുലർത്തണം. തലശ്ശേരി കളക്ടർ തോമസ് ഹാർവി ബാബറും 50 ഭടന്മാരും 100 കോൽക്കാരുമായി നമ്മുടെ സങ്കേതം തേടി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് ചാരവൃത്താന്തം. സുബേദാർ ചേരന് വഴികാട്ടാൻ ആ കണാരമേനോനും ഉണ്ടത്രേ. നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മെ ഒറ്റുന്നു. കഷ്ടം. തമ്പുരാൻ, അങ്ങ് എത്രയും വേഗം രക്ഷപ്പെടണം. ശത്രുക്കൾ നമ്മെ വലയം ചെയ്തു കഴിഞ്ഞു. മാവലത്തോട് കടന്ന് മൈസൂർ കാടുകളിലേക്ക് നമുക്ക് താവളം മാറ്റാം തമ്പുരാൻ. ഇല്ല, നാം പലായനം ചെയ്യില്ല. എന്റെ സുരക്ഷയല്ല, പ്രജകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് നമുക്ക് പ്രധാനം. എന്റെ ശ്രീ പോർക്കലി
ഭഗവതി എന്റെ കരവാളിൽ ആവേശിക്കും. തമ്പുരാൻ, ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് നല്ലത്. മാതൃനാടിനെ ഒറ്റുകൊടുക്കുന്ന മ്ലേച്ഛ എന്നെ തൊട്ടശുദ്ധമാക്കരുത്. പിൻവിട്ടും ഒളിവടിയുമല്ല മലനാടിന്റെ പോരാട്ട രീതിയെന്ന് ഒറ്റുപണം തന്ന പരദേശി യജമാനോട് പറഞ്ഞു കൊടുക്ക്. ഈ മണ്ണിന്റെ അവകാശിയായി തന്നെ കേരളവർമ്മ പഴശ്ശിരാജ നാട് നീങ്ങുന്നത് കൺകുളിർക്കെ കണ്ടോളൂ.